എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ ഭാവിയിൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അവരിലേക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ വരാനായിട്ട് നമ്മൾ എന്താണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരു ആവറേജ് ഫാമിലിയിൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള ആളുകൾ സാമ്പത്തികമായിട്ട് അത്ര സേഫ് അല്ല, അതല്ലെങ്കിൽ നല്ല സമ്പന്നരായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളവരൊക്കെ സാധാരണ മക്കൾക്ക് നമ്മുടെ പാരൻസ് നമ്മളോട് അങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും നമ്മുടെ മക്കളോട് അങ്ങനെയാണ് പറയാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടാവുക. നമ്മൾ അത്ര പണക്കാരൊന്നുമല്ല, പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് അതൊന്നും മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ലെവലിൽ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ പറ്റില്ല, നമുക്ക് വലിയ വീടുകൾ വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കമൻസ് ആയിരിക്കും നമ്മളെപ്പോഴും മക്കളോട് പറയുക. അപ്പോൾ മക്കളുടെ ആ ചെറിയ മനസ്സിലത് പതിയും, അവരുടെ ഉപബോധ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ അങ്ങനെ പതിഞ്ഞു കിടക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ലെവലിലേക്കാണ് അവർക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പാരൻസും നമ്മൾ ചെറുതായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലെവൽ വിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കാത്തത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഡോക്ടർമാരുടെ മക്കൾ, അല്ലെങ്കിൽ എൻജിനീയർമാരുടെ മക്കൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മക്കൾ, അങ്ങനെ നല്ല ജോലിയിലിരിക്കുന്നവരുടെ മക്കളൊക്കെ ആ ഒരു ലെവലിൽ തന്നെ അവർ പോണത് കാണാം. അപൂർവം ചില സ്വഭാവം മോശമായിട്ട് പോണ പിള്ളേരൊക്കെ അല്ലാണ്ട് പോകണ്ടാവും. എന്നാലും ഒരു 95% ആ ഒരു ലെവലിൽ നിന്ന് അവർ താഴെ പോവില്ല. അതേപോലെ ഇത്തിരി കൂലിപ്പണിക്കൊക്കെ പോകുന്ന വീടുകളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വീടുകളിൽ, അതിൽ അപൂർവം കുട്ടികളായിരിക്കും ആ ഒരു വാശി അവരുടെ ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ കയറിയിട്ട് അവർ നല്ല രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അല്ലാണ്ട് എല്ലാവരും, അല്ലെങ്കിൽ 95% കുട്ടികളും അവരുടെ ആ ഒരു ലെവൽ വിട്ട് ഒരു പരിധി കൂടുതൽ അവർ മേലേക്ക് പോവില്ല. അത് നമ്മൾ കുഞ്ഞിതിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ചിന്ത അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പണക്കാരൊക്കെ അവർ മോശം മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കുന്നവരായിരിക്കും, നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊക്കെ പറയും. പലരും അങ്ങനെ പറയണ കേൾക്കാം. അപ്പോൾ പണം അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറില്ല എന്നോ, അങ്ങനെ അവരെല്ലാവരോടും മോശമായിട്ടാണ് പെരുമാറണത്, പൈസയുള്ളവരത്ര നല്ല ആൾക്കാരല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുകയുള്ളൂ. അപ്പോൾ പണം നമ്മളിലേക്ക് വരില്ല എന്നാണ് പറയുക. അപ്പോൾ പണം ഉള്ളവർ അത്ര മോശം ആൾക്കാരൊന്നുമല്ല, അവർ നല്ല ആൾക്കാർ തന്നെയാണ്. നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട്, മോശം രീതിയിൽ സമ്പാദിക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. എങ്കിലും നമ്മൾ മക്കളോട് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ പണം എന്നുള്ള എനർജി നമ്മളിലേക്ക് വരാനായിട്ട് സാധിക്കില്ല പണത്തിന്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് അതങ്ങനെ നിൽക്കും. അപ്പം നമ്മളെന്താ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ? നീ കുഞ്ഞിപ്പോൾ ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മനസ്സിലേക്ക് നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്കാണ് ഇത് കൂടുതലും ഇത് എഫക്റ്റീവ് ആവുക. അപ്പം നമ്മൾ നമ്മുടെ മക്കളൊരു പക്ഷേ ഇത് കേൾക്കുന്നവരുടെ മക്കൾ ചിലപ്പോൾ ഒരു പക്ഷേ വലുതായിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടാവും, മക്കളുടെ മക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നിനക്ക് നന്നായി പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു ജോലി നിനക്ക് നേടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത്രയും പണമൊക്കെ സമ്പാദിക്കാൻ നിനക്കും പറ്റും, അല്ലെങ്കിൽ അത്രയും വലിയ വണ്ടി, ആ നല്ല വണ്ടി BMW, ബെൻസ് അതൊക്കെ മേടിക്കാൻ നിനക്കും പറ്റും. അങ്ങനെ ആ ഒരു ചിന്ത വേണം മക്കളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് മക്കൾക്ക്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇതൊക്കെ ആർക്ക്
നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു ചിന്ത വേണം അവരുടെ മനസ്സിലെപ്പോഴും വരാനായിട്ട്. അല്ലാണ്ട് നമുക്കിത് പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലൊരിക്കലും വരാൻ പാകത്തിന് നമ്മൾ അവരോട് സംസാരിക്കരുത്. ഇപ്പം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് മേലേക്ക് പോകാനായിട്ട് കഴിയണില്ല. അപ്പം നമ്മുടെ മക്കളെങ്കിലും അല്ലെങ്കിൽ പേരക്കുട്ടികളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, നല്ല നിലയിൽ വരണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണില്ല ഒരിക്കലും. നമ്മൾ തന്നെ ഇതിന് കാരണക്കാരാണ്. കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ഇത് കൊടുക്കാൻ നമ്മളും ഒരു പരിധിവരെ കാരണക്കാരാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കണില്ല. അപ്പോൾ ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഒരു ചെറിയ വീട് മതി, എനിക്ക് വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീട്, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കും ഒരുപാട് വലിയ വീടൊന്നുമല്ല, അത്യാവശ്യം ഉള്ളൊരു വീടാണ് എനിക്കും ഞങ്ങൾക്ക് വയ്ക്കാനും ഒക്കെ പറ്റിയത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ അന്ന് എന്താണോ ചിന്തിച്ചത് അതാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ചിന്തിച്ചില്ല വലിയ വീട് വെക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ തന്നെ വീട് ക്ലീൻ ചെയ്യണമെന്നില്ല, നമുക്ക് മറ്റുള്ള ജോലിക്കാരെ വെച്ച് ചെയ്യിക്കാം. അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ നമ്മുടെ മക്കളിലേക്ക് നമ്മളത് കൊടുക്കരുത്. വലിയ വീട് വെച്ചാൽ നമുക്ക് അത് പണി ചെയ്യാനായിട്ട് ആൾക്കാരെ വയ്ക്കാം, ജോലിക്കാരെയൊക്കെ നമുക്ക് വെച്ച് നമുക്ക് പണി ചെയ്യിക്കാം. അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം, അതിനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് വരും. പക്ഷെ നമ്മുടെ ചിന്ത അങ്ങനെ അല്ലായിരുന്നു പോയത്. അതുകൊണ്ട് നമുക്കന്ന് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. നമ്മൾ പറയുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇല്ല, എനിക്ക് വലിയ വീട് വയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ വീടായിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മുടെ ആ ഒരു ചിന്താഗതിയുടെ ഇതാണ്. അപ്പം നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരിക എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, അത് നമുക്ക് ലഭിച്ചതായിട്ട് നമ്മൾ ആ ഒരു സാഹചര്യം, ഒരു വലിയ വീടാണ് സ്വപ്നമെങ്കിൽ ആ സ്വപ്ന വീട്ടിൽ നമ്മൾ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുക. വലിയ കാറിൽ പോണതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. അപ്പം നമുക്കത് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് അതെത്തും. അപ്പം നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട ചിന്ത എപ്പോഴും പോസിറ്റീവായിട്ട് കൊടുക്കുക. ഒരിക്കലും താഴേക്ക് പോകാൻ പാകത്തിനൊരു ചിന്ത അവർക്ക് കൊടുക്കാതിരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും ചെയ്യണതിന് വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ചിലവുമില്ല. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ താഴേക്ക് ചിന്തിക്കാതെ ഉയരങ്ങളിൽ എത്താനായിട്ടുള്ള രീതിയിൽ വേണം അവരോട് എപ്പോഴും നമ്മൾ സംസാരിക്കാനായിട്ട് കുഞ്ഞിതായിരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു 10-15 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ ഉള്ളിലേക്ക് കിട്ടുന്ന അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഉറയ്ക്കുന്ന കാര്യങ്ങളായിരിക്കും ഭാവിയിലേക്ക് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നല്ല നല്ല ചിന്തകൾ അവർക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ.